ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കാണെങ്കിൽ നല്ല ഒരു ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടോ. രേവതിക്ക് ഓരോ സ്റ്റേജിൻ്റെ ഒരു സൈഡും അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെ ഓരോ ഏരിയയിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ രേവതിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഒരു മണ്ഡപം ഫുൾ ഡെക്കറേഷനാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് രേവതിയുടെ കയ്യിൽ ഒരു 20,000 രൂപ മണ്ഡപംകാർ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് അവർ ഒരു എഗ്രിമെൻറ്റ് പേപ്പറും മേടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രേവതിയുടെ വളർച്ചയെ തകർക്കാൻ വേണ്ടിയിട്ട് ആ ഹേമ എന്ന് പറഞ്ഞ മേഡത്തിൻ്റെ കൂടെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ മുഖത്തടിച്ച് തന്നെ നമ്മുടെ രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സച്ചിയാണെങ്കിൽ ഒരു ലോങ് ഓട്ടം പോയിരിക്കുകയാണ് കേട്ടോ. ഒരു 2-3 ദിവസം കഴിഞ്ഞേ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഈ ഓർഡർ കിട്ടിയ പാടെ രേവതിക്കാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം സച്ചി ഉള്ളപ്പോഴാണെങ്കിൽ ബാക്കി പോകുന്ന കാര്യങ്ങളും പൂവിൻ്റെ കാര്യങ്ങളെല്ലാം സച്ചി നോക്കിക്കോളുമല്ലോ. ഇപ്പോൾ ഇതെല്ലാം രേവതി തന്നെ ചെയ്യണം. അങ്ങനെ രേവതിയുടെ കൂടെയുള്ള ചേച്ചിമാരെയും രേവതിയുടെ അമ്മയും ദേവവും എല്ലാവരും കൂടിയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ഏൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പണത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴാണ് അവർ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത പേപ്പർ കാണിക്കുന്നത്. രേവതി 20,000 രൂപ അഡ്വാൻസ് മേടിച്ചതായിട്ടാണ് സൈൻ ചെയ്തതെങ്കിൽ അവർ ഒരു 2 ലക്ഷം രൂപ എന്നുള്ളത് എഴുതി ചേർത്ത് രേവതി ഫുൾ ക്യാഷ് മേടിച്ചു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയാണ് കേട്ടോ. രേവതി എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അതിന് ഒരു മറുപടിയും കിട്ടുന്നില്ല. അവസാനം രേവതിക്ക് അവിടെ നിന്ന് വെറും കൈയോടുകൂടി ഇറങ്ങേണ്ട ഒരവസ്ഥയാണ്. സച്ചിയും ഇല്ല. രേവതിക്ക് ഇത് ആരോട് പറയണമെന്ന് പോലും അറിയില്ല. ബാക്കി അങ്ങനെ രേവതിയുടെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിമാർക്കും ബാക്കി പൂവിൻ്റെയൊക്കെ പൈസ കൊടുക്കാനായിട്ട് രേവതി ബാക്കി 1,80,000 രൂപയോളം മറ്റുള്ളവരോട് കടം മേടിക്കേണ്ട ഒരവസ്ഥ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ വീട്ടിൽ വന്നിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഇത് ഹേമ മൂലം ചന്ദ്രമതി അറിയുന്നുണ്ട് രേവതിക്ക് ഇത്രയും നഷ്ടം വന്ന കാര്യം. അത് ഭയങ്കരമായിട്ട് ആഘോഷമാക്കാൻ തന്നെ ചന്ദ്രമതി അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ശ്രീകാന്തൻ, ഇന്ന് നീ വരുമ്പോൾ വൈകിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡ് കൂടി കൊണ്ടുവരണം. അതുമാത്രം പോരാ, സ്വീറ്റ്സും ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവരണം. അതിൻ്റെ എല്ലാം ക്യാഷ് ഞാൻ തന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ വർഷയ്ക്കൊരു ഡൗട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ചന്ദ്രമതി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് രേവതി ചേച്ചിക്കിട്ടുള്ള എന്തോ ഒരു പണിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ രേവതിയും ചെക്ക് ചെയ്യുന്ന സമയത്ത് രേവതി ആകെ വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. വർഷ പോയിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രേവതി ചേച്ചി ആകെ മൂഡ് ഓഫ് ആണ്. എന്നാൽ ആൻറ്റി ആണെങ്കിൽ അത് ആഘോഷമാക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ വർഷയുടെ അടുത്തും രേവതി കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. ഈ സമയം രവി ആണെങ്കിൽ രാവിലെ വോക്കിങ്ങിന് പോയിട്ട് വരുന്ന സമയത്ത് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഒരു കടയിൽ നിന്ന്. ആ കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ച് പൈസ കൊടുത്തതിന് ശേഷം തിരികെ ലഭിക്കുന്നത് ഒരു കീറിയ നോട്ടാണ്. രവി ഇത് ശ്രദ്ധിക്കാതെ വീട്ടിൽ നോക്കുന്ന സമയത്താണ് ഈ നോട്ട് കീറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ തിരികെ കൊണ്ടുപോയി ആ കടക്കാരനോട് ഈ നോട്ട് കീറിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഇത് ഞാൻ തന്ന നോട്ടല്ല. ഞാൻ ഒരു കസ്റ്റമേഴ്സിനും കീറിയ നോട്ട് കൊടുക്കാറുമില്ല, ഞാൻ അങ്ങനെയുള്ളത് എടുക്കാറുമില്ലെന്ന് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രവി ആണെങ്കിൽ ആകെ ഒരു വിഷമിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നിരുന്നിട്ട് ആ നോട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് വീണ്ടും ആ കടയിൽ തന്നെ കൊണ്ടു കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് കൂടി വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നാൽ കീറിയ നോട്ടാണെന്നൊന്നും അറിയാതെ തന്നെ കടക്കാരൻ തിരികെ അത് വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം നമ്മുടെ രേവതിയോട് രവി വന്നിരുന്ന് പറയുന്നുണ്ട്, എന്തായാലും മോളെ, എന്നെ അയാൾ ചതിച്ചത് തന്നെയാണ്.
അതേ നാണയത്തിൽ തന്നെ ഞാൻ അയാൾക്കിട്ട് തിരിച്ചൊരു പണി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ ചിരിക്കുക. ഈ സമയം രേവതി ചോദിക്കുന്നുണ്ട്, ആഹാ അച്ഛനാള് കൊള്ളാമല്ലോ, എന്തായാലും അച്ഛൻ ഇതിങ്ങനെ ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചന്ദ്രമതിയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ അല്ല രവിയേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അല്ല ഇവിടെ എപ്പോഴും വാതോരാതെ സംസാരിക്കാറുണ്ടല്ലോ, സത്യവും നേർമയും മാത്രമേ കാണിക്കാവുള്ളൂ. നിങ്ങളുടെ മോനും മരുമോളും ഒക്കെ ഭയങ്കര സത്യസന്ധരാണെന്നൊക്കെ, എന്നിട്ടിപ്പോൾ നിങ്ങൾ അയാളെ ചതിച്ചോന്ന് ചോദിക്കുകയാണേ. എന്നാ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നിന്റെ മോനും നീയും കാണിക്കുന്നത് പോലെ ഞാൻ ആരെയും പറ്റിച്ചിട്ടുമില്ല ചതിച്ചിട്ടുമില്ല. എന്നെ ചതിച്ച ആളെ അതേ നാണയത്തിൽ തന്നെ ഞാൻ അത് തിരിച്ചു കൊടുത്തു എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കും അതൊരു നല്ല ഒരു ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, രേവതി ഇപ്പോൾ നല്ല രീതിയിൽ ആ പൂ ഡെക്കറേഷൻ ചെയ്തതിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഒന്നും രണ്ടും അല്ല, 1,80,000 രൂപയുടെ നഷ്ടമാണ് ആ ഒരു ഡെക്കറേഷൻ വന്നതുകൊണ്ട് രേവതിക്ക് നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ രേവതി ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്തായാലും എന്നെ ചതിച്ചവർക്ക് ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചിട്ട് കൊടുക്കുമെന്ന് ഇങ്ങനൊരു കോൺഫിഡൻസിലോടുകൂടി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് രേവതി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി ശരത്തിനോടും ദേവുവിനോടും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഒരു നല്ല ഒരു ഐഡിയ ആയിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കൊണ്ട് ആ ഹേമ മാഡത്തിനെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മണ്ഡപം ഡെക്കറേഷൻ ഉണ്ട് മാഡം, അത് എത്ര രൂപയ്ക്ക് ചെയ്തു തരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ദേവു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഒരു 2-3 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് ചെയ്തു തരാമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരി, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു മാഡത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞിട്ട് ദേവു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവുവും ഈ ഹേമയും കൂടി ഫോണിൽ സംസാരിക്കുന്നത് അവർ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദേവുവും രേവതിയും കൂടി നേരെ ചെല്ലുന്നത് വർഷയുടെ അടുത്തേക്കാണ്. വർഷയുടെ അടുത്ത് ചെന്നിട്ട് രേവതി നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ പറയുന്നുണ്ട്, അത് തന്നെയാണല്ലോ, 2-3 ദിവസമായി ഞാൻ രേവതി ചേച്ചിയെ കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ശ്രീകാന്തിനോട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ രേവതി ചേച്ചി എന്നെ ഒരു അനിയത്തിയായിട്ട് കാണാത്തത് കൊണ്ടല്ലേ എന്നോടതൊന്നും തുറന്നു പറയാതിരുന്നെന്നേ. രേവതി എന്നാ പറയുന്നുണ്ട്, അതല്ല വർഷേ, എനിക്കോ വല്ലാത്ത സങ്കടമായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരുന്ന അവസ്ഥയിൽ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. എന്നാൽ ഈ നഷ്ടം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തായാലും ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അച്ഛനെ ചെന്ന് കണ്ടിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു ഇൻസ്പെക്ടറുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ടുപോയി നമുക്കിപ്പം തന്നെ കേസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഞാനും ശരത്തും കൂടിയിട്ട് പോയി അറിയാവുന്ന ഒരു പോലീസുകാരനെ കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആ എഗ്രിമെൻറ്റിനകത്ത് രേവതി തന്നെ സൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ എഗ്രിമെൻറ്റ് വാലിഡാണ്, അതിനെതിരെ നമുക്ക് ഒരു കേസും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ്. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്കും അങ്ങ് വല്ലാണ്ടൊരു സങ്കടമാവുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കാന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ നമ്മളും അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നു. വർഷയ്ക്കാകുമ്പോൾ പല ആളുകളുടെ സ്വരത്തിൽ സംസാരിക്കാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ ഒരു കോള് വിളിച്ച് തരാം, വർഷ അതുപോലെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വർഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൈസ സൈൻ ചെയ്ത് മേടിച്ചത് ആ മണ്ഡപത്തിൻ്റെ മാനേജരും ഈ ഹേമയെന്ന് പറഞ്ഞ ആ ഒരു മേഡം കൂടിയാണല്ലോ. അങ്ങനെ ഹേമയുടെ സൗണ്ടിൽ തന്നെ വർഷയെ കൊണ്ട് ആ മാനേജരെയാണ് കേട്ടോ രേവതി വിളിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, പുതിയൊരു സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അതെ കഴിഞ്ഞ തവണത്തെ നമുക്ക് കിട്ടിയിരുന്ന ആ ക്യാഷ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ് എൻ്റെ കയ്യിൽ തരികയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം അയാൾ പറയുന്നുണ്ട്, മാഡം ആ പൈസ എൻ്റെ കയ്യിൽ തന്നെ വന്നെത്തിയിട്ടുണ്ട്, എനിക്ക് തരാനുള്ള കമ്മീഷനും കഴിച്ചിട്ട്
മാഡം എപ്പോൾ വന്നാലും ആ ക്യാഷ് റെഡിയാന്ന് പറയാണേ. അങ്ങനെ ഹേമ പറയുന്നുണ്ട്, സോറി, ഹേമയുടെ വോയിസിൽ വർഷ പറയുന്നുണ്ട്, ഞാനൊരു അമ്പലത്തിൻ്റെ പേര് പറയാം, ആ അമ്പലത്തിൽ തന്നെ നിങ്ങൾ ആ ക്യാഷുമായിട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. അതിനുശേഷമായിട്ട് ദേവു വീണ്ടും വിളിച്ചിട്ട് ഹേമയോട് പറയുന്നുണ്ട്, മാഡം ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന ആ ഓർഡർ ഉണ്ടല്ലോ, അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. 2 ലക്ഷം രൂപയുടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അവര് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ദേവു വീണ്ടും ഹേമേനെ വിളിക്കുന്നുണ്ട്. ആ ഡെക്കറേഷന്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഹേമയോടും ഈ പറഞ്ഞ അമ്പലത്തിൽ തന്നെ വരാനായിട്ടാണ് ദേവു പറയുന്നത്. അങ്ങനെ മാനേജർ ആണെങ്കിൽ ഓൾറെഡി നേരത്തെ തന്നെ ആ അമ്പലത്തിൽ വന്ന് നിൽപ്പുണ്ട്. ഹേമയും വരുമ്പോഴത്തേക്കിനും ആ മാനേജറെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവര് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇയാളെന്താ ഇവിടെയെന്നേ. അങ്ങനെ ഹേമയാണെങ്കിൽ നേരെ മാനേജറുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. അല്ല നിങ്ങൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മാഡം തന്നെയല്ലേ ഈ പൈസയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തിയതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹേമ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഈ ക്യാഷ് എൻ്റെ വീട്ടിൽ കൊണ്ടു തരാനല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ നിങ്ങളോടാരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ്? അയ്യോ മാഡം, ഒരു കുറച്ചു നേരം മുമ്പല്ലേ മാഡം എന്നെ വിളിച്ചിട്ട് ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ക്യാഷ് തരാൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതി ആണെങ്കിൽ ഈ മണ്ഡപത്തിന്റെ ഓണർ ഉണ്ടല്ലോ, ആ ഓണറിനെ കൂട്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. എന്താ നിങ്ങളിപ്പോൾ കൊടുക്കാനുള്ള കമ്മീഷൻസ് എല്ലാം കൈമാറി കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവരിങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അല്ല ഒന്നും മനസ്സിലായില്ലല്ലേന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് മാനേജർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, രേവതിയെ പറ്റിച്ച ക്യാഷ് എന്ന് ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ, അതിൻ്റെ കമ്മീഷനൊക്കെ നിങ്ങൾക്ക് ഇവർ തന്നോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ദേവു കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഹേമ മാഡം, നിങ്ങൾക്ക് പുതിയ ഒരു ഓർഡറിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് മേടിക്കാൻ വന്നതല്ലേ, അത് കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. മാഡത്തിനെ ഫോൺ ചെയ്തിരുന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അല്ല ഹേമ മാഡത്തിന് എന്താ മുഖത്തിന് വല്ലാത്തൊരു വിഷമം പോലെ? ഇതെൻ്റെ അനിയത്തി ദേവുവാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ഇവള് നിങ്ങൾക്ക് കോൾ ചെയ്തത്. പിന്നെ മാനേജർ സാറും ടെൻഷൻ അടിക്കണ്ട, മാനേജർ സാറിനെ വിളിച്ചത് ഈ ഹേമ മാഡം അല്ല, എൻ്റെ അനിയത്തിയാണ്. അവള് അനിയൻ്റെ വൈഫാണ്, അവള് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അവൾക്ക് ആരുടെ വോയിസിൽ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ രേവതിയെ പറ്റിച്ച ആ ക്യാഷ് എന്ന് പറഞ്ഞല്ലോ, അതും എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നതും ഇദ്ദേഹം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മണ്ഡപത്തിൻ്റെ ഓണറേയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ഹേമയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ദേവു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു പൂ കിട്ടുന്നവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടോന്നല്ലേ? എൻ്റെ ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എല്ലാത്തിലും ടോപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി പഠിപ്പ് നിർത്തിയിട്ട് ഈ പൂ കെട്ടാൻ വേണ്ടി ഒരുങ്ങിയത്. പിന്നെ ചേച്ചിയെ ചതിച്ചവരെ ചേച്ചിക്ക് എങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതേ ആരെയും നമ്മൾ പറ്റിക്കാൻ പാടില്ലെന്നായിരുന്നു. എന്നാൽ നല്ല ഒരു മനുഷ്യന്റെ വായിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, നമ്മളെ ചതിച്ചവരെ അതേ നാണയത്തിൽ തിരിച്ചു ചതിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന്. ഇപ്പം എന്ത് തോന്നുന്നുണ്ടോന്ന് രേവതി ചോദിക്കുന്നുണ്ട്. പിന്നീടായിട്ട് രേവതിയാണെങ്കിൽ ആ മണ്ഡപത്തിന്റെ ഓണറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. സാറിനിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമല്ലോന്നേ. ശരി, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ ചെല്ലുന്നത് ആ മാനേജറുടെ അടുത്തേക്കാണ് കേട്ടോ. മാനേജറുടെ അടുത്ത് ചെന്നിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് പൈസ കൊടുക്കാതെ അതിൽ നിന്ന് നീ പറ്റിച്ചെല്ലേടാന്ന് ചോദിച്ചിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഈ അടി നമ്മുടെ ചിന്താമണിയുടെ മുഖത്ത് കൊണ്ടതുപോലെയാണ്. കാരണം ചിന്താമണിയും മാനേജറും കൂടിയിട്ടാണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്. അങ്ങനെ മാനേജർ
പറയുന്നുണ്ട്, സാർ അത് ഞാനെന്നും പറഞ്ഞിരിക്കുന്നെങ്കിലും ഒരക്ഷരം നീ ഇനി മിണ്ടി പോകരുത്. നിന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ മണ്ഡപവും എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഞാൻ നിന്നെ ഏൽപ്പിച്ചതിന് നീ പകരം ചെയ്തതാണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ആ മാനേജരെ വായിൽ വന്നതെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ എന്നെയും എത്രയോ പാവങ്ങളെയും നീ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നിന്റെ സ്ഥിരം പരിപാടിയല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാനേജർ പറയുന്നുണ്ട്, സാർ എന്നെ അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റിച്ചിട്ടില്ല. ഈ തവണ ആദ്യമായിട്ട് ഒരബദ്ധം പറ്റിയതാണ്. അതും ഈ ഹേമ മാഡം പറഞ്ഞിട്ട് അവരാണ് എന്നോട് വന്നിട്ട് രേവതിക്ക് അഡ്വാൻസ് കൊടുക്കുന്ന പത്രത്തില് 20,000 രൂപ വെച്ചിട്ട് സൈൻ ചെയ്യിപ്പിക്കാനും അതിനുശേഷം അത് 2 ലക്ഷം രൂപയാക്കി മാറ്റാനും എനിക്കും കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് അന്നേരത്തെ പണത്തിന്റെ ആർത്തി കൊണ്ട് ചെയ്തു പോയതാണ് സാർ. ഇനി ഇതിൽ നിന്ന് എന്നെ പറഞ്ഞു വിടല്ലേ, എൻ്റെ കുടുംബം പട്ടിണിയായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിന്താമണിയുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് മാനേജരും എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഓണർ വീണ്ടും മാനേജറുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ ഇനി എത്ര പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ പണം അടിച്ചു മാറ്റി ജീവിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും ഒരിക്കലും ഒതുകുകയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അടി നിനക്കുള്ളതല്ല ഇവർക്കുള്ളതാണെന്ന്. എന്നിട്ട് ഹേമയുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ആയി പോയത് കൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ അടിക്കാതെ വെറുതെ വിടുന്നു. പിന്നെ നിങ്ങളൊരു സ്ത്രീയാണെന്ന് പറയാൻ പോലും എനിക്ക് തന്നെ നാണക്കേടാവുന്നു. ഒരു സ്ത്രീയായ അതും പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവരെ പറ്റിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ഹേമയാണെങ്കിൽ അത് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുക്കി മൂളി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളിനി കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഇവരും. നിങ്ങളുടെ ഫീൽഡിൽ ഒരു എതിരാളി ആവുമോ ഇവരെന്നോർത്ത് നിങ്ങൾ ഇവരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണല്ലേ. ഏതൊരു ഫീൽഡിലും കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാണ് മുന്നേറാൻ നോക്കേണ്ടത്. അല്ലാതെ ഒരാളെ ചതിച്ചും തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്തിട്ടും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമയ്ക്കിട്ടും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് ആ മാനേജർ കൊണ്ടുവന്നിരിക്കുന്ന 2 ലക്ഷം രൂപയുണ്ടല്ലോ, ആ പണം വാങ്ങിയിട്ട് രേവതിയുടെ കയ്യിലേക്ക് ഓണറങ്ങ് ഏൽപ്പിക്കുന്നുണ്ട്. രേവതി, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. എന്തായാലും ഇനി ഈ എൻ്റെ മണ്ഡപത്തിൽ വരുന്ന എല്ലാ ഓർഡറുകളും യാതൊരു ആളുകളുടെയും ഇടനിലയില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന് രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ അതിനകത്തുനിന്ന് 20,000 രൂപ എടുത്തിട്ട് തിരിച്ച് ഓണറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. സാർ, ഈ ക്യാഷ് ഞാൻ അഡ്വാൻസ് ആയിട്ട് മേടിച്ചതാണ്, ബാക്കിയുള്ളതാണ് എനിക്ക് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ആ ഓണർ പറയുന്നുണ്ട്, എന്തായാലും രേവതി, നിങ്ങൾ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അതുമാത്രമല്ല സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് എന്നും ഉയർച്ചയുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് സാർ എൻ്റെയും വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇതുവരെ ജീവിച്ചതെന്ന് രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ ആ ഓണർ ആണെങ്കിൽ പോകുന്ന സമയത്ത് നല്ല ഒരു ഉപദേശങ്ങളൊക്കെ രേവതിക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഹേമയുടെയും മാനേജറുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളെ എൻ്റെ കൺമുൻപിൽ പോലും കണ്ടുപോകരുത്. ഇനിയുള്ള എൻ്റെ മണ്ഡപത്തിൻ്റെ കാര്യങ്ങളും വിവാഹത്തിൻ്റെ എല്ലാ സ്റ്റേജ് ഡെക്കറേഷനുകളും രേവതി നോക്കി കണ്ടും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങളും രേവതിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ദേവ് ഓടി വന്നിട്ട് രേവതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചി പഠിച്ചില്ലെങ്കിൽ എന്താ, ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് ചേച്ചിക്ക് എന്നും ദൈവം നല്ലതേ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതിയാണെങ്കിൽ കൊടുക്കാനുള്ള കാശുകളൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. വർഷയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സക്സസ് ആയതും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് തന്നെ രേവതിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും ആരോടും പറയുന്നില്ല. ഇതിന് പുറകിൽ നമ്മുടെ ചന്ദ്രമതിയും ചിന്താമണിയുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് നമ്മുടെ രേവതിയും വർഷയും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ രേവതി അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ ആരോടും പറയാനോ ഒന്നും പോയില്ല. വർഷ വൈകിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
വർഷ അപ്പോഴേക്കും പറയുന്നുണ്ട്, അങ്കിൾ കഴിഞ്ഞ ദിവസം ആൻറ്റി ഇവിടെ എല്ലാവർക്കും ഫുഡ് സ്പോൺസർ ചെയ്തിരുന്നല്ലോ, അതെന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചോന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ദിവസം അങ്ങനെ അമ്മ ചെയ്യാറുള്ളതാ, അതിനിപ്പോ ചോദിക്കാൻ എന്തായിരിക്കുന്നത്, നല്ല ഭക്ഷണം കിട്ടിയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. എന്നാ വർഷ പറയുന്നുണ്ട്, ആ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കാം, എന്നാ അങ്കിള് പോലും അതിനൊന്ന് ചോദിച്ചില്ലല്ലോന്നേ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, എന്തിനായിരുന്നു ചന്ദ്രേ അതങ്ങനെ ചെയ്തേന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി വല്ലാണ്ടങ്ങ് പരിഭ്രമിക്കുന്ന കാണുമ്പോ വർഷ പറയുന്നുണ്ട്, അതെ അങ്കിളിന് ഇതുവരെ ആന്റിനെ മനസ്സിലായിട്ടില്ലേ, അങ്കിളെ ഇനി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതി ചേച്ചീനെ ഒന്ന് തകർത്തെറിയാൻ നോക്കി, അത് തകർന്നെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ചിലർ അത് ആഘോഷമാക്കാൻ ശ്രമിച്ചത്, എന്നാ അത് പിന്നീട് സംഭവിച്ചത് വലിയൊരു ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വർഷം ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവരും അങ്ങ് ഷോക്കാവുന്നുണ്ട്. നമ്മുടെ സച്ചി മാത്രം സ്ഥലത്തെത്തിയിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് രവിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇതൊക്കെയെന്നെ. ചന്ദ്രമതി മിണ്ടാതിരിക്കുകയാണ്. എന്നാ രേവതി പറയുന്നുണ്ട്, അച്ഛാ ആരെന്നെ തകർക്കാൻ നോക്കിയാലും തകരില്ല, അച്ഛനെന്ന ആ കീറിയ നോട്ട് കൊണ്ട് വന്നപ്പോ അച്ഛൻ പറഞ്ഞ ആ ഒറ്റ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ വാക്കാണ് എന്നെ വീണ്ടും ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നും അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് വഴികാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇങ്ങനെ സെന്റിമെന്റ്സ് കാണിച്ചാണ് ഇവരിങ്ങനെ ഇരുന്നത്. ഈ സ്ഥാനത്തെ ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ ഇവരെ അടിച്ച് ഒറ്റയടിക്ക് പല്ല് ഞാൻ താഴെ ഇട്ടേനെന്ന് പറയുകയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, സച്ചിയേട്ടൻ്റെ അമ്മയാണല്ലോ എന്നോർത്താണ് ഞാൻ ക്ഷമിച്ചത്. പിന്നെ ഇവരെന്തൊക്കെ ചെയ്താലും എനിക്ക് ദൈവം കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും തകർക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ് കേട്ടോ. രേവതിയുടെ ആ നോട്ടത്തിന് മുന്നിൽ തന്നെ നമ്മുടെ ചന്ദ്രമതി അങ്ങ് പെട്ടുപോകുന്നുണ്ട്. രവിയേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് അവളാ ആ ഹേമയോ അവരെങ്ങാണ്ടല്ലേ എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട്, എന്നിട്ടിപ്പോ ഇവളെന്തിനാ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും രവിയും ചന്ദ്രനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്.